ഹലോ മുത്തുമണീസ്. അപ്പോൾ മിൻഹാജിൻ്റെ പിറന്നാൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കേട്ടോ മിൻഹാജിന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക്. മിൻഹാജിൻ്റെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളുണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. അന്ന് നമ്മൾ കുഴിമന്തിയാണ് ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് ഫുഡിന്. നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന ടൈം ആയതുകൊണ്ട് നമ്മൾ കുഴിമന്തിയിലേക്ക് അങ്ങോട്ട് കയറി. അപ്പോൾ മിൻഹാജിൻ്റെ ആദ്യത്തെ ഒരു ഫ്രണ്ട് വന്നു. നമ്മൾ അവൻ്റെ ചങ്കുകളായിട്ടുള്ള ഒരു 2-3 പേരെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 2 പേർക്ക് വരാൻ പറ്റും, ഒരാൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വന്ന് കയറിയപ്പോൾ ഇവന് ഭയങ്കര നാണവും ചമ്മലൊക്കെ ആയിരുന്നു. ഫാമിലിയും കൂടി ഉള്ളതുകൊണ്ടാവാം. പിന്നെ അവർ കുറച്ച് നേരം ഒന്ന് സെറ്റാവാൻ കുറച്ച് ടൈം എടുത്തു. പിന്നെ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ വാങ്ങി വയ്ക്കുകയാണ് ഗൈസ്. അവൻ നീ കൂടെ അവരുടെ കൂടെ പിന്നെ ഒട്ടും വൈകിയില്ലേ. അവർ വന്നപാടെ ഡ്രിങ്ക്സ് കൊടുത്തതിന് ശേഷം അങ്ങനെ ഫുഡ് കഴിക്കാനിരുത്തി. അവൻ്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ കസിൻസൊക്കെ ബർത്ത്ഡേക്ക് ഉണ്ടാവുന്നല്ലാതെ ഫ്രണ്ട്സിനെ ഇതുവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്നാലും അവൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. കഴിച്ചോ? ചേച്ചൂനോ? അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു. അവൻ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത്. മിൻഹാജിൻ്റെ കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇക്കാടെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, അവരുടെ വൈഫും അവരൊക്കെ കേക്ക് മേക്കേഴ്സാണ്. അപ്പോൾ അവരുടെ ഷോപ്പ് ആലത്തൂർ വരുന്നുണ്ട്. ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. കേക്ക് ആവശ്യമുള്ളവർക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ്. ഞാൻ കൊടുത്തിട്ട് വാ, അവിടെ കൊടുത്തിട്ട് വാ. അണ്ണന്റെ വായിൽ വെച്ച് കൊടുക്കടാ ചേച്ചുന്. ചേച്ചു ഇപ്പൊ കിട്ടും ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ചിരിക്കുന്നതൊക്കെ കേൾക്കാൻ പറ്റും. അത് വീഡിയോ കുറച്ച് സ്പീഡപ്പും കൂടി ചെയ്തപ്പോൾ ഭയങ്കരമായി കേൾക്കാൻ. കാര്യമാക്കി എടുക്കരുത് കേട്ടോ. അമ്മയ്ക്ക് ഇട്ടോ വായിലേ വായിലുണ്ട്. എന്നാ ഞാൻ ഇറക്കണേ. ഡാരത്തി ചേച്ചി കൊടുക്ക്. കേക്ക് മതിയായി. ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണേ. കേക്കൊക്കെ പാടെ കഴിച്ചപ്പോൾ മിൻഹാജിന് നല്ല തലവേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് എന്തായാലും അൺബോക്സ് ചെയ്യണമല്ലോ എന്ന് വെച്ച് അതിനെ പിടിച്ചിരുത്തിയതാണ്. പിന്നെ അവർ പോയതിന് ശേഷം മരുന്നൊക്കെ കൊടുത്ത് ഒരു സൈഡിൽ കിടത്തി. മണ്ണ് വരാൻ പോവാ. പിന്നെ ഇനി മണ്ണിൽ തന്നെ ആയിരിക്കുമേ. ഗിഫ്റ്റ് അവനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനിക്ക് ഈ വണ്ടികളോട് ഒരു പ്രത്യേക താല്പര്യമാണ്. ഏത് വണ്ടി ചോദിച്ചാലും അവൻ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ ടൈം ആയപ്പോൾ അങ്ങനെ അവരിറങ്ങി. മിൻഹാജ് ഒരു സൈഡിൽ പോയിട്ടോ അവൻ നല്ല വയ്യാതായി. പിന്നെ അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ എല്ലാവരും കൂടെ ഒരു ഷേക്കൊക്കെ കുടിച്ച് വരാമെന്ന് കരുതി ആലത്തൂരുള്ള ഇന്ത്യൻ ബേക്കറിയിലോട്ട് നേരെ വണ്ടി കിട്ടു. അങ്ങനെ ഇന്ത്യൻ ബേക്കറി ഇപ്പോൾ പുതുക്കൊന്ന് പണിതതാണ്. അപ്പോൾ കുറേ സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഡ്രിങ്ക്സ് ആണെങ്കിലും സ്നാക്സൊക്കെ ആണെങ്കിലും അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട് അവർ. നല്ല അടിപൊളി സ്പോട്ടാണ് ഗൈസ്. അപ്പോൾ അവിടെ ഞാൻ കയറിയപ്പോൾ കുറേയേറെ സ്നാക്സും അതുപോലെ കേക്ക്സും മിഠായികളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. കാണുമ്പോൾ അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇഷ്ടമുള്ള ഷേക്കുകളും ജ്യൂസും അതുപോലെ ഐസ്ക്രീമും സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ചില്ല് ചെയ്തു. അപ്പോൾ ഇത് മിൻഹാജിൻ്റെ ഇവിടെയുള്ള ഒരു സെലിബ്രേഷൻ. ഇനി എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ കൂടെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാം. അങ്ങനെ മിൻഹാജിൻ്റെ ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ അടിച്ച് പൊളിച്ച് അവൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. മിൻഹാജിൻ്റെ തലവേദനയൊക്കെ ഏകദേശം മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈവനിങ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അവൻ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്. എല്ലാവരും പാടെ അവൻ്റെ ബർത്ത്ഡേ കളർഫുള്ളാക്കി. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്. സേഫ് ആയിട്ടിരിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. ബൈ. ആരാണ്